ഹലോ നമസ്കാരം മച്ചന്മാരെ, വണക്കം. എന്തുവാണ് എന്തോ സംഭവം? എന്തോ മാംഗോ ഐസ്ക്രീം, സ്നോ ഐസിനാണ്. ഓ അയ്യോ, ഇവിടെ മാംഗോ സ്നോ ഐസ് കാണിച്ചിട്ട് എന്തുവാണ് സംഭവം? എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമല്ല, ഒരാൾ മാത്രം മാറി എന്ന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്തോ സംഭവം ഉണ്ട്, സംഭവം ഇറുക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ അതെ. അയ്യോ അതെ, ആർക്കും മനസ്സിലാവാത്ത ഏഷ്യ വിലയിലെ താരം എല്ലാമായ നമ്മുടെ രാഹുൽ. എന്തുവാടാ അത് കഴിക്കുന്നത്? എന്തോ മാംഗോ സ്നോ ഷുഗർ കെയിൻ. അവൻ ഇപ്പോഴൊന്നുമല്ല, പണ്ട് തൊട്ടേ അവൻ വേറൊരു വൈബിൽ അതെന്താണ് കാണിച്ചേ? ഇതെല്ലാം മാംഗോ ആണോ? അങ്ങനെ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. മാംഗോ സ്നോ ഐസ്. ഓ സീക്കുട്ടിയാണ് ചാടി വീണത് പിടിച്ചത്. ഓക്കെ, റെഡി? മാംഗോ സ്നോ ഐസ് കൊള്ളാമോ? എന്തുപടി എന്ത് ഐസാണോ ഐസ്ക്രീമാണോ ഐസ്ക്രീമാണോ എന്താണ്? നോക്കട്ടെ ഞാനും നോക്കട്ടെ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇനി നല്ല സ്കിഡിലും കണ്ണാടി ഡയറക്റ്റ് എനിക്ക് എബിൻ തന്നാണല്ലേ? ആ ശരിയാണ് കേട്ടോ. ഇത് നോക്കാണ്ട് ഇങ്ങനെ പിരിന്ന് ഇങ്ങോട്ട് കാണിക്കാന് ഇങ്ങനെ പിരിഞ്ഞ് ഇങ്ങനെ നമ്മുടെ ബോംബെ മുട്ടായാണ് കിടക്കുന്നത്. മഞ്ഞെടുക്കുന്ന കണക്ക് തന്നെ ഉണ്ട് കേട്ടോ, സത്യം പറഞ്ഞത്. കഷണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്. ചായ എന്റെ വീട്ടിൽ പെട്ടെന്ന് മുകളിൽ ചായ എന്റെ വീട്ടിൽ കുടിക്കാൻ തോന്നിയോ? അപ്പൊ സെലക്സ് എവിടെ ഇരുന്നിട്ട് പറയുന്നത്? അപ്പൊ നിങ്ങളാരും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ പോയി കാണുക. ടീം കുഞ്ഞിപ്പുഴു ബൈ നിഖില ലെന എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. കഷണ്ടി എന്ന് പറയുന്ന അനു അനന്തൻ, കഷണ്ടി എന്ന് പറയുന്ന അനു അനന്തൻ ഡയറക്ട് ചെയ്ത കഷണ്ടി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം റിലീസ് ആയിട്ടുണ്ട്. എല്ലാവരും കാണുക. ആർക്കും ബോഡി ഷേമിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾ എല്ലാവരും കാണണം ഇതുപോലെ കലാകാരന്മാരെ സപ്പോർട്ട്. അതുപോലെ ഇതുപോലത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞതായിരിക്കും. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറുന്നു. അത് അകത്തോടാണ് കാണിച്ചത്. മാംഗോയോ? ഇങ്ങനെ കട്ട് ചെയ്ത് വീഴും ഈ സാധനം അല്ലേ? ഓ ഇതിലിങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഓ ഇത് ഇങ്ങനെ ഫ്രൂട്ടിന്റെ ഒരു ജ്യൂസ് ആക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ആ അടിപൊളി. ഓ എന്ത് രസം അത് വീഴുന്ന കാണാൻ തന്നെ. അടിപൊളി കേട്ടോ. ഇപ്പൊ തിരക്കാണെന്ന് തോന്നല്ലേ? ഇന്നലെ രാത്രി 3 മണിയാണ്. നമ്മൾ ഇന്നലെ 2 മണിക്ക് ഇതുവഴി പോയപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് വിചാരിച്ചത് എന്ത് രാത്രിയായിട്ടും കട അടച്ചില്ല എന്ന്. അപ്പോൾ എന്തായാലും അടിപൊളി. ഇത് എത്ര ആളാണ് നിങ്ങളെ തുടങ്ങിയിട്ട്? വടശ്ശേരി കോണത്തുണ്ട്. അപ്പൊ ഈ മെഷീൻ നിങ്ങളുടെ ഇവിടെ മാത്രം വടശ്ശേരി കോണത്തില്ല? ഇവിടെ മാത്രമേ ഉള്ളൂ. ഓ അടിപൊളി. കേരളത്തിൽ ഇത് 2 സ്ഥലത്ത് ഇപ്പോൾ അവൈലബിൾ ഉള്ളു. അതിൽ കൊട്ടാരക്കര എവിടെയാണ് അല്ലേ? കോട്ടയം. അതായത് കൊല്ലം ജില്ലയിൽ നിങ്ങൾ മാത്രം കോട്ടയത്തുമാണ് ഉള്ളത്. സംഭവം കൊള്ളാം കേട്ടോ. എന്തായാലും ഇത് രസമുണ്ട്. അത് ജ്യൂസ് അടിച്ചിട്ട് മിൽക്ക് ഉണ്ടോ അതില്? മിൽക്കും ജ്യൂസും കൂടെ അടിച്ച് അതിൽ ഒഴിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് സാധനം വരും അല്ലേ? എന്തായാലും നമ്മുടെ നാട്ടിൽ തന്നെ വന്നെന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ? നിങ്ങളുടെ നാട്ടിലുണ്ടാണ് ഇത്? എന്റെ നാട്ടിലുണ്ട് കേട്ടോ. അതെ ഇനിയിപ്പോ അങ്ങനെ അവിടെ തോന്നിക്കുന്നു. വേറെ ഫ്ലേവർ വേണം. വേറെ ഏത് ഫ്ലേവർ വേണം?
നിങ്ങൾ എല്ലാവരും അന്തമിട്ട് നോക്കുന്നത് ഇത് ഏതാണ് ലൊക്കേഷൻ എന്നായിരിക്കും. ലൊക്കേഷൻ വേറൊന്നുമല്ല, മറ്റെങ്ങുമല്ല, പാരിപ്പള്ളി വർക്കല റൂട്ടിൽ നമ്മുടെ ചാവറോട് എത്തുന്നതിന് മുന്നേ കാറ്റാടിമുക്ക് എന്ന് പറയുന്ന സ്ഥലം. അതായത് പാരിപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 കിലോമീറ്റർ ഒക്കെ കാണത്തുള്ളൂ. പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് കൊല്ലം പാരിപ്പള്ളി ഹൈവേയിലാണ്. ഹൈവേ നിന്ന് കട്ട് ചെയ്ത് 2 കിലോമീറ്റർ മാറുമ്പോൾ സാധനം. പക്ഷെ അതാ നല്ല രസമുണ്ട്, സ്നോ ആയിട്ട് ഇങ്ങനെ വീഴുന്നത് കാണാം അല്ലേ. അനുമാമന്റെ വീണ്ടും ഫോണിലായിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് കാറ്റാടിമുക്ക് വർക്കല പോകുന്ന റൂട്ട്. ജസ്റ്റ് വന്നാൽ 1-2 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡില് അത് നമ്മുടെ അറിയായിരിക്കും. മറ്റേ ഇവിടെ CHMM കോളേജ്, പിന്നെ വലിയ കുനമ്പായിക്കുളം കോളേജ്, MAM സ്കൂള്, അങ്ങനെ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. അതെല്ലാം അവിടേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബസ് ഇറങ്ങുന്ന സ്ഥലമാണ് കാറ്റാടിമുക്ക് എന്ന് പറയുന്നത്. അവിടെ അതെ അങ്ങോട്ട് പോയ വർക്കല, ഇങ്ങോട്ട് പോയ പാരിപ്പള്ളി, അതിനിടയിൽ ഇത് ഷുഗർ കെയിൻ. അവിടെ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ധരിച്ചിരിക്കുകയാണ്. വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാൻ, നമ്മുടെ ജിംനി കിടക്കുന്ന കിടപ്പ് നൈസിന് കൊണ്ടിങ്ങനെ സ്റ്റൈലിന് കയറ്റിയിട്ടേക്കാണ്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇതിങ്ങനെ കയറ്റി ഇടുമ്പോൾ ആ ബാക്കിൽ ടയർ അങ്ങനെ തറയെ തട്ടി തന്നെ നിൽക്കുക. അത് ജിംനിയുടെ ഒരു പ്രത്യേകതയാണ്. എത്രയൊക്കെ ഒത്തിരി പൊങ്ങി നിന്നാലും നല്ല സസ്പെൻഷൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്താടി അങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്കൊരു എനിക്കൂടെ തരുമോ? ഓക്കെ ഗൈസ്, അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ എന്തോന്നും അടി തുടങ്ങണ്ട, ഒരു അടി ഇടി കുത്ത് വഴക്ക് എന്തുവാടെ ഇവിടെ ഇത് ആരംഭിക്കുന്നു. മ്യൂസിക് വിത്ത് ബോഡി മസിൽ. ഇത് 90s കിഡ്സിന്റെ ആണോ ഇത്? രണ്ട് കിളവന്മാരൂടെ ഇരുന്നിട്ട് 30-35 വയസ്സായി, 60 വയസ്സായി. ഇത് മിക്കവാറും തിരക്കി. ആര് ജയിച്ചു? എന്തുവാടാ സംഭവം? എന്താ വരുന്നത്? 90s കിഡ്സിന്റെ നമുക്കറിയത്തില്ല. നീ 90s കിഡ് ആണല്ലോ. നിനക്കൊന്നും അറിയില്ല അല്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് വയ്യ, നീ ആ കണ്ണാടി ഒന്ന് ഊരനു. ഓക്കെ, അനുവിന് കണ്ടിട്ട് കൊള്ളാം അല്ലേ? നല്ല രസമുണ്ട്, ചേരുന്നുണ്ട്. പൊക്കിക്കോ, കൊടുക്കണ്ടത് അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഇനിയും സംസാരിച്ചുകൊണ്ട് നിന്നാൽ ലെന ഇത് കുറിച്ച് തീർത്തുകളെ. അപ്പൊ താങ്ക് യു സോ മച്ച്, ലവ് യു ആൾ, ബൈ.